ഒരു കാലത്ത് ഭാരതവംശത്തിൽ ജനിച്ച ഭരത മഹാരാജാവ് ഭാരതക്ഷേത്രം ഇന്ത്യ ഭരിച്ച മഹാധന്യനും ധീരനുമായ രാജാവായിരുന്നു. അദ്ദേഹം ഭഗവാനോടുള്ള അത്യന്തം അനുരാഗത്തോടെ രാജ്യഭാരമൊഴിഞ്ഞ് വനവാസത്തിലേക്ക് പോന്നു. സന്യാസിയായി മുഴുവനായും തന്റെ ജീവിതം ഭഗവാനെ ധ്യാനിച്ചും ഭക്തിയിൽ ലയിച്ചും കഴിഞ്ഞുവരികയായിരുന്നു. വനത്തിൽ ഭഗവാനെ ഭജിച്ച് അദ്ദേഹം ആത്മസിദ്ധിയിലേക്ക് വളർന്നു. എന്നാൽ ഒരു നാൾ ഒരൊറ്റപ്പെട്ട കുളത്തിനരികിൽ ഒരു മാൻ പ്രസവിച്ചു. മാൻ പെട്ടെന്നു മരിച്ചു. അതിന്റെ കുഞ്ഞ് മാൻകുട്ടിയെ കണ്ടപ്പോൾ ഭരതൻ തോന്നി, മാൻകുട്ടിയെ പരിചരിക്കാം, ഇത് മരണപ്പെടാൻ പാടില്ല. അതേ ദിവസം മുതലേ ഭരതൻ കുഞ്ഞു മാൻകുട്ടിയെ വളർത്താൻ തുടങ്ങി. ആദ്യം നേരം ഭാഗികമായി മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂവെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ മാൻ ഭരതന്റെ ജീവിതത്തിന്റെ കേന്ദ്രം ആയി മാറി. അതിന്റെ ഭക്ഷണം, അതിന്റെ സുരക്ഷ, അതിന്റെ നടക്കുന്നത്, അതിന്റെ ഉറക്കം എല്ലാം ഭരതന്റെ മനസ്സിൽ നിറഞ്ഞുനിന്നു. പിന്നെ പിന്നെ ഭഗവാനെ ധ്യാനിക്കാനുള്ള സമയവും ശ്രദ്ധയും കുറയാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കാതെ തന്നെ ഈ ഭൗതിക സ്നേഹത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇങ്ങനെ മനസ്സിൽ മാനം കയറി അതിനോടുള്ള മോഹം മനസ്സിൽ ആഴപ്പെട്ടു. അവസാനം മരണസമയത്തും ഭരതൻ ആ മാൻകുട്ടിയെക്കുറിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിന്റെ സുരക്ഷയ്ക്ക് പ്രാർത്ഥിച്ചു. അതിന്റെ ശുഭതയ്ക്ക് ആശംസിച്ചു. അങ്ങനെ മരണസമയത്ത് ഭരതരാജാവിന്റെ ആത്മാവ് മനുഷ്യശരീരം ഉപേക്ഷിച്ച ശേഷം അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞുമാൻ ആയി പുനർജനിച്ചു. തന്റെ ഉയർന്ന മുൻകാല കർമ്മം കാരണം താൻ ഒരു മാനിന്റെ ശരീരത്തിലാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി അദ്ദേഹത്തിനെ അനുവദിച്ചു. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് അവൻ ഓർമ്മിക്കാൻ കഴിഞ്ഞു. തന്റെ വീഴ്ച ഓർത്തപ്പോൾ അവൻ സ്വയം പറഞ്ഞു, എത്ര വലിയ തെറ്റ്! എത്ര പുരോഗമിച്ചിട്ടും ഞാൻ ആത്മീയ പാതയിൽ നിന്ന് വീണുപോയി. ആത്മീയ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്നേഹനിധികളായ പുത്രന്മാരെയും എന്റെ വാത്സല്യനിധിയായ ഭാര്യയെയും രാജ്യത്തെയും ഉപേക്ഷിച്ചു ഒരു ഏകാന്തമായ പുണ്യസ്ഥലത്ത് അഭയം പ്രാപിച്ചു. ഞാൻ ആത്മനിയന്ത്രണമുള്ളവനും ആത്മസാക്ഷാത്കാരമുള്ളവനുമായി പ്രപഞ്ചത്തിന്റെ പരമനാഥനെ നിരന്തരം സ്മരിക്കുന്നതിൽ മുഴുകി. ഞാൻ വിജയത്തിലെത്തുകയായിരുന്നു. എന്റെ ഹൃദയം ഒരു ശുദ്ധമായ കണ്ണാടി പോലെയായി. പക്ഷേ എങ്ങനെയോ എന്റെ മനസ്സ് വീണ്ടും ഒരു മൃഗത്തോട്, ഒരു മാൻ എന്ന മൃഗത്തോട് ബന്ധപ്പെട്ടിരിക്കാൻ അനുവദിച്ചതിൽ ഞാൻ വളരെ വിഡ്ഢിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു മാനിന്റെ ശരീരത്തിൽ പുനർജനിക്കുകയും എന്റെ ആത്മീയ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെ പോകുകയും ചെയ്തിരിക്കുന്നു. ശിവം ഭൂത്വാ ശിവം യജേൽ എന്ന താന്ത്രിക വചനം പോലെ നമ്മൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് ആയി മാറിത്തീരും. ഭഗവാനോടുള്ള പ്രേമത്തിൽ പോലും സൂക്ഷ്മത വേണം. ഒരു ഭക്തൻ വേണ്ടി ഏറ്റവും വലിയ പരീക്ഷണമാകുന്നത് മറ്റെന്തിലും മനസ്സു മാറാതിരിക്കുക എന്നതാണ്. അന്ധമായ ഭൗതിക സ്നേഹങ്ങൾ ഭഗവാന്റെ അടുത്ത് എത്തുന്നതിനെ തടസ്സപ്പെടുത്തും.